ആളൂരിൽ മെഡിക്കൽ ഷോപ്പിൽ വൻ തീപിടുത്തം. രാത്രി ഏകദേശം 9 മണിയോട് കൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. വാക്സിൻ സൂക്ഷിക്കുന്ന ഗോഡൌണിനാണ് തീപിടിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങൾ ശരത് ഓങ്ങല്ലൂർ നൽകും. ശരത്ത്, ഈ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് ഒരു സ്ഥിരീകരണമാണോ? മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആർക്കെങ്കിലും പരുക്കേറ്റിട്ടുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? വർഷം ആളൂരില് ഈ തീപിടുത്തം ഉണ്ടായത് ഇന്ന് രാത്രി 9 മണിയോട് കൂടിയിട്ടായിരുന്നു. തോംസൺ മെഡിക്കൽസിലാണ് ഇത്തരത്തിൽ തീ പറന്നത്. കോഴികൾക്കുള്ള വാക്സിൻ സൂക്ഷിക്കുന്ന ഗോഡൌണിലായിരുന്നു ഇത്തരത്തിൽ തീ പിടിച്ചത്. ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന മരുന്നുകൾക്കും കോഴികളുടെ വാക്സിനും ഏതാണ്ട് പൂർണ്ണമായിട്ടും കത്തി നശിച്ച സാഹചര്യമാണുള്ളത്. ചാലക്കുടി, ഇരിങ്ങാലക്കുട, മാള എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ഏതാണ്ട് 1 മണിക്കൂറിനടുത്താണ് തീ അണച്ചിട്ടുള്ളത്. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് തന്നെ ആയിരിക്കും എന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും KSEB എത്തി അവിടേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടും. ഏകദേശം 1 കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് കരുതുന്നത്. 10 മണിയോടുകൂടി രാത്രി 10 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ തീപിടുത്തം അണയ്ക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ ആശ്വാസകരമാണ്. ആളുകൾക്കൊന്നും തീപിടുത്തത്തിൽ പരിക്കേറ്റിട്ടില്ല. ഏകദേശം 1 കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. വർഷ, അതാണ് ശരത്ത്, ഈ നാശനഷ്ടങ്ങൾ രൂക്ഷമാണല്ലേ? കാരണം 1 കോടി രൂപയുടെ സാധനങ്ങളൊക്കെയാണ് നശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും തോംസൺ മെഡിക്കൽസിൽ ഇത്തരത്തില് ഇറച്ചി കോഴികൾക്കുള്ള വാക്സിനുകളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അവ ഏതാണ്ട് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴികൾക്കുള്ള മരുന്നുകളും ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നാശനഷ്ടം വളരെ വലുതാണ്. 1 കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ രാത്രി സമയമായതുകൊണ്ടും ഗോഡൌൺ ആയതുകൊണ്ടും ഇതിനകത്ത് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് ആശ്വാസകരമാണ്. എന്നാലും നഷ്ടം വളരെ ഭീമമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വർഷം, ശരത്ത്, ആരാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് ആദ്യം കണ്ടത്? അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിവരം അറിയിച്ചിരുന്നോ? തദ്ദേശവാസികളാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്ന ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നതും ആദ്യഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ തദ്ദേശവാസികളുടെ ഭാഗത്തു നിന്ന് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ചാലക്കുടി, ഇരിങ്ങാലക്കുട, മാള ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1 മണിക്കൂറിനകം തന്നെ തീ അണയ്ക്കാൻ സാധിച്ചത്. വർഷം, ശരി ശരത്ത്. ശരത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.